ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ നമ്മുടെ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനിയിപ്പോൾ രാവിലത്തെ തിരക്കിലാവുമല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അടുക്കളയിൽ കിച്ചണിലെ വിശേഷമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഒക്കെ കാണുക, നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കണ്ട് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഒന്ന് നല്ല മൈദ അപ്പം തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ കടി. അപ്പോൾ മൈദ പൊടിയിൽ നമ്മൾ കുറച്ച് റവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൈദൻ്റെ ദോശ ചുടുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ല കേട്ടോ. റവ കൂടി ചേർക്കുമ്പോൾ കുറേ ചെറിയൊരു ക്രിസ്പി പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതിക്കൊരു ചമ്മന്തിയാണ് നമ്മൾ തക്കാളി ചമ്മന്തിയിൽ നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി. അപ്പോൾ ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഈ ഒരു മൈദ ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒരു ചമ്മന്തി മൈദ ദോശയും കോമ്പിനേഷനായിട്ട് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മെയിൻ സാധനം റവ ചേർക്കണം കേട്ടോ. മൈദ ദോശയ്ക്ക് കുറച്ച് കേട്ടോ, അധികമൊന്നും വേണ്ട. അപ്പോൾ ഈ അരികൊക്കെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പരത്താനും ഈസിയാണ്. ഞാനിത് കുറച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ചെയ്തത്. അങ്ങനെ ആകുമ്പോഴും നല്ല സുഖമാണ് കേട്ടോ. മറ്റേ നമ്മൾ കലക്കി കൈ കൊണ്ടൊക്കെ ഉടച്ച് എടുക്കണ്ടേ, അതിലേറെ സുഖം കുറച്ച് പൊടിയും കുറച്ച് റവയും കൂടെ മിക്സിയിലിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കണം. അപ്പോൾ മീൻകറിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇറച്ചി മീനൊന്നും മീനിന് നല്ല ഇറച്ചിക്കൊന്നും ഒരു പൂതി തോന്നണില്ല അല്ലേ. ഇനിയിപ്പോൾ കുറേ പച്ചക്കറിയും ഇതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ചിക്കൻ കഴിക്കാനൊക്കെ ഒരു പൂതി തോന്നുക. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലാതെ ഒന്നും നമ്മൾ പച്ചക്കറി ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് തലേ ദിവസം കൊടുന്ന ചൂരമീനാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വിറക് കൊള്ളി പോലെ ഇരിക്കണം. കുറേ ടൈമായിട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഐസും കട്ടയായിട്ട്. അപ്പോൾ എന്തായാലും ഐസൊക്കെ ഇതാ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേച്ചി ഒരു ചെറിയ ഇടിച്ചക്കയുടെ കഷ്ണം തന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു പകുതി. ഇവിടെ ഇടിച്ചക്ക വെച്ചാൽ തന്നെ ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് അറിയാം, അതുകൊണ്ട് ചേച്ചി പകുതിയെ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പണ്ട് ചേച്ചി ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൂട്ടാൻ കൊടുന്ന് തരിക ചെയ്യണത്. ഇന്നിപ്പോൾ എന്തായാലും ഇടിച്ചക്കത ഒരു പീസ് കൊടുന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ നമ്മൾ വാട്ടിയിട്ടല്ല കേട്ടോ വെക്കുന്നത്, തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാനാണ്. അപ്പോൾ അതാ തക്കാളിയും പച്ചമുളകും പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് മീനും തേങ്ങ അരച്ചതും ഒക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ തന്നെ അരക്കണുള്ളൂ. അപ്പോൾ തേങ്ങയും ചിരവിയോടെ വെച്ചിട്ടുണ്ട്. ഇനി പിടിച്ചൊക്കെ ഒന്ന് പീസാക്കിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കുത്തിച്ചതച്ച് എടുക്കുമല്ലോ, അങ്ങനെ കാട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തിളപ്പിക്കാൻ വെക്കട്ടെ. അങ്ങനത്തെ പാകത്തിനുള്ള പുളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മീൻകറി ഇവിടെ ഗ്യാസിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. കറണ്ട് പോയാലും പിന്നെ നമുക്ക് തേങ്ങ അരക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ തേങ്ങ അരച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മീൻകറീൻ്റെ മസാല ഒക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ മീനാണ് കേട്ടോ, അധികം വലിപ്പമില്ലാത്ത ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചിട്ട് ഇനിയിപ്പോൾ തിളച്ച് മീനൊക്കെ വെന്ത് തേങ്ങയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി ഞാൻ അധികം വെക്കാറില്ല. എപ്പോഴും നമ്മൾ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒരു മീനിൻ്റെ നല്ലൊരു മീൻ കറി പുളി ഉണ്ടല്ലോ, മീൻ പുളിയാണ് കേട്ടോ ഇടാറ്. ഇന്നിപ്പോൾ ഇതുപോലെ ഒരു കറി കേട്ടോ. തേങ്ങ അരച്ചപ്പോൾ ഞാൻ വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇടിച്ചക്ക വലിയ പീസാക്കി തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഇതാട്ടോ ഈ ഒരു മത്തുണ്ടല്ലോ, നമ്മൾ തൈര് കടയുന്നതൊക്കെയാണ് കേട്ടോ സംഭവം. അതുകൊണ്ടൊന്ന് എടുക്കട്ടെ. ഇടിച്ചക്കല്ലേ, അപ്പോൾ നല്ലോണം ഒന്ന് ഇടിച്ചിട്ട് അങ്ങോട്ട് ഉപ്പേരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് സംഭവം നല്ലോണം വെന്തിട്ടോ. കുക്കറിൽ ഒരു 2-3 വിസിലടിച്ചപ്പോഴത്തേനും ഞാൻ സാധാ ഒരു വിസിലടുപ്പിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഓർമ്മയില്ല, അങ്ങനെ വിസിലങ്ങനെ അടിച്ച് പോന്നു. അങ്ങനെ
ഇതാ ഇടിച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇടിച്ചക്കയൊക്കെ ഇതാ കടുക് വറുത്ത് കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇടിച്ചക്ക ഉപ്പേരി പറ്റാത്തവരും കൂടി കൂട്ടൽ തുടത്തിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടിച്ചക്ക. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല മാങ്ങച്ചാർ ഉണ്ടായിരുന്നു. മാങ്ങച്ചാർ ഉമ്മ നാട്ടിൽ നിന്ന് അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് കൊടുന്ന നാരങ്ങച്ചാർ, നാരങ്ങയല്ല മാങ്ങയാണ്. പിന്നെ വെളുത്തുള്ളി അച്ചാറും കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.